നവരാത്രിക്കായിട്ട് ബൊമ്മക്കുല് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാനും മോനും കൂടെ ബൊമ്മക്കുല് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ബൊമ്മക്കുലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പോണത്, നമ്മൾ എപ്പോഴും ആദ്യം എത്തുന്നത് വടക്കുന്നാഥൻ്റെ മുന്നിലേക്കാണല്ലോ. അപ്പം നടുവിലാല് പോയിട്ട് ബസ്സിൽ ഇറങ്ങാനുണ്ടായത്. നടുവിലാല് പോയിട്ട് ബസ് ഇറങ്ങി. എന്നിട്ട് എനിക്ക് അബദ്ധം പറ്റി, അത് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ കേട്ടോ. ഞാൻ നടുവിലാലിൻ്റെ അവിടെ പോയിട്ട് ഓട്ടോ പിടിച്ചിട്ട് അവിടെ പഴയനടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം അവിടേക്ക് കൊണ്ടുപോകണം, ബൊമ്മക്കുലുണ്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പം ആള് വൺ വേ അല്ലേ, അത് വേറെ വഴി കൂടിയൊക്കെ കൊണ്ടുപോയി അതിൻ്റെ പുഞ്ഞിൽ കൊണ്ട് ഇറക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ ഞാൻ ഓട്ടോ പിടിച്ച സ്ഥലത്ത് നിന്ന് ഒരു 2 മിനിറ്റ്, ഒരു 3-5 മിനിറ്റ് മാക്സിമം ഒന്ന് കഴിഞ്ഞ സ്ഥലത്തെത്തും. ചുമ്മാ ഓട്ടോ പിടിച്ചത് മനസ്സിലായത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബസ് സ്റ്റോപ്പില്ലേ, നടുവിലാല് ബസ് സ്റ്റോപ്പ്, ബസ്സിലാണ് വരണമെങ്കിൽ പറയുന്നതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ആണ് നടക്കേണ്ടത്. നമ്മൾ ആ ഇറങ്ങുന്ന ആ വഴി കൂടെ തന്നെ പിടിച്ച് നടക്കരുത്, നേരെ റിട്ടേൺ തിരിച്ച് നടക്കാം. തിരിച്ച് റൗണ്ടിൽ കൂടെ തന്നെ നടക്കാം, വേറെ എൻജി റോട്ടിക്കൊന്നും കിടക്കരുത്, റൗണ്ടിൽ കൂടെ തന്നെ നടക്കാം. റൗണ്ടിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ നേരെ നടക്കാം റൗണ്ടിൽ കൂടെ. എന്നിട്ട് ഫസ്റ്റ് കിട്ടുന്ന റൈറ്റ് ആണ് കേട്ടോ, ഫസ്റ്റ് കിട്ടുന്ന റൈറ്റ് ആണ്. സോ നമ്മുടെ പഴയനടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം, നമ്മൾ തെക്കേമഠം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, നമ്മുടെ ഈ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ ഉള്ള ഗോപുരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണുള്ളത്. ആ ക്ഷേത്രത്തിൽ അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ബൊമ്മക്കുല് എന്നൊക്കെ അവിടെ കുളമൊക്കെ ഉണ്ടല്ലോ, ആ ഏരിയയിലാണുള്ളത്. ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആവും കേട്ടോ. അതിൻ്റെ അവിടുന്ന് നേരെ റിട്ടേൺ നടന്നിട്ട് ക്രോസ് ചെയ്തിട്ട് കുറച്ച് കുറുപ്പ റോഡ് നിർത്തണ്ട, അതിന് മുമ്പാട്ടോ, ജസ്റ്റ് അങ്ങ് കടന്ന് നടന്നു കഴിഞ്ഞാൽ റൈറ്റ്. അതങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തെക്കേമഠം, അതാണ് സംഭവം. സോ അവിടെയാണ് നമ്മൾ ബൊമ്മക്കുല് കാണാനായിട്ട് ആദ്യമായിട്ട് പോയത് കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു, സത്യം നോക്കിയിരുന്ന് പോകും, അത്രയും മനോഹരമായിരുന്നു. ഞങ്ങൾ കാലത്താണ് പോയത് കേട്ടോ, ഞാനും മോനും അല്ലേ, രാത്രി പോകാൻ പറ്റില്ലല്ലോ, കാലത്താണ് കേട്ടോ പോയത്. കാണിച്ചാൽ വിഷ്വൽസ്. ഫസ്റ്റ് നമ്മൾ കയറുന്നവിടെ തന്നെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരോ ഇവന്റ് അവർ മനസ്സിൽ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബൊമ്മക്കുലാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത്. പറയുമ്പോൾ മനസ്സിലാക്കണ്ടോ, സീമന്തം എന്ന് പറഞ്ഞൊരു ഇവന്റ് നടക്കാണ്, അതിനുള്ള ബൊമ്മകൾ അനുസരിച്ചിട്ടുള്ള ഇതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തുടക്കം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അതാണ് ആ ഇവന്റ്, സീമന്തത്തിന്റെ ഉള്ളത്. ഇനി കാതുകുത്തൽ നടക്കാണ് അവിടെ. അപ്പോൾ കാതുകുത്തലായിട്ടുള്ള ചർച്ചകളാണ് അവിടെ കാണുന്നത്. ബാക്കിൽ നമ്മുടെ എന്തായിരുന്നു, അന്നദാനാണ്. കുറേ പേര് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നത്, അന്നദാനത്തിന്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബൊമ്മക്കുലുകൾ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവര്. നമ്മൾ ഓരോന്നിൻ്റെ അടുത്തും പോയി നിന്ന് പോവും, അത്രയും ഭംഗിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ രാമന്റെ പട്ടാഭിഷേകമാണ്. കണ്ടോ ഒരു ഇതിലിരിക്കുന്നത്, സിംഹാസനത്തിലിരിക്കുന്നത്. ഓക്കെ, രാമന്റെ പട്ടാഭിഷേകം, രാമർ പട്ടാഭിഷേകം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. സിംഹാസനത്തിൽ നമ്മുടെ രാമനും ചെയ്തിരിക്കുകയാണ്. രാമന്റെ പട്ടാഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്തതിൽ വിളക്ക് പൂജയാണ്. കണ്ടോ, കുറേ വിളക്കുകൾ കണ്ടോ, വിളക്കും വെച്ചിട്ടുള്ള പൂജകളാണ് കാണിക്കുന്നത്. കുറേ വിളക്ക്, അങ്ങനത്തെ കുറച്ച് ഇവൻസ്. രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഓരോന്നും അവർ പേര് ഇത് വെച്ചിട്ടുണ്ട്, അവരെന്താണ് ഉദ്ദേശിക്കണേന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം അങ്ങനത്തെ ഒരു തീമാണ് അടുത്തത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുരുകുല കുറച്ച് ഗുരുവും ശിഷ്യന്മാരും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല രസമാണ്. നമുക്കിങ്ങനെ ഓരോന്നും എന്താണെന്ന് നോക്കി പോകുന്ന പോലെയാണ്. പിന്നെ അടുത്തത് എന്തായിരുന്നു, ശ്രീനിവാസ കല്യാണം. ഇവിടെ സംഗീത കച്ചേരിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഒരുപാടുള്ളതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശ്രീനിവാസ കല്യാണം, സംഗീത കച്ചേരി ഇപ്പോഴത്തെ. പിന്നെ കുറേ ഗണപതികൾ ഇരുന്നിട്ട് നമ്മുടെ ചൂതാട്ടം, ക്യാരംസിന്റെ പോലെ ഉണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ സത്യനാരായണ പൂജയായിരുന്നു അടുത്തത് ഉണ്ടായിരുന്നത് ഒരു സെഷനിൽ. ഇപ്പോൾ പൂജ. പിന്നെ കാർത്തികേയ പൈങ്കൾ, അതെന്താണെന്ന് മനസ്സിലായില്ല. കുറേ ഉണ്ണികളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടിൽ കുറേ ഉണ്ണികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് കിടക്കുന്നുണ്ടോ. പിന്നെ കുബേരലക്ഷ്മി ആയിരുന്നു അടുത്തത്. കുബേരലക്ഷ്മി. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് പഴക്കച്ചവടം, പച്ചക്കറി കച്ചവടം ആണ് അടുത്ത വരുന്നത്. പിന്നെ ശബരിമലയിലത്തെ 18 അമ്പടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് ഭംഗിയിലല്ല ചെയ്തിരിക്കുന്നത്.
പഴക്കച്ചവടം, ഒരു ഉന്തുവണ്ടിയിൽ കുറേ പഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് രണ്ട് ഇതായിട്ട് കോളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഇതില് പഴക്കച്ചവടം, രണ്ട് പഴത്തിന്റെ വണ്ടികള്, അപ്പുറത്തെ പച്ചക്കറിയുടെ വണ്ടി, രണ്ട് പച്ചക്കറി വണ്ടികളുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോവും. പച്ചക്കറി കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് വണ്ടികളുണ്ട് പച്ചക്കറികള്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂണ്ട്. ഈ ബൊമ്മകളിലൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങിക്കാം. ഓൾറെഡി കുറേയൊക്കെ ബുക്കിംഗ് അല്ലാത്തതാണ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ കുറച്ചൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ബുക്കിംഗ് ആയി എന്ന് പറയുന്നത്. ഇതിനി ബൊമ്മകളുടെ സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പ് ഞാൻ എടുത്ത് കാണിക്കാൻ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കാണുമ്പോൾ ഒരു ഇതായിട്ട് കാണില്ല. ഇത് ഏറ്റവും ടോപ്പ് സ്റ്റെപ്പിലത്തെയാണ് കാണുന്നത് കേട്ടോ. എല്ലാ പുരാണ കഥാപാത്രങ്ങളും ഉണ്ട്. നമുക്ക് ഒരുപാട് വിശ്വാസമുള്ള കഥാപാത്രങ്ങളാണ്. ഹിന്ദുക്കൾക്ക് കേട്ടോ. ഹിന്ദുക്കൾ ഒരുപാട് വിശ്വസിക്കുന്ന എല്ലാ ഐക്കൺസും ഉണ്ട്, എല്ലാ ദൈവങ്ങളും ഉണ്ട്. അവര് പല പല സന്ദർഭങ്ങളിലും ഉള്ളതുണ്ട്. നമ്മുടെ ഓരോരോ കഥകളെ ആസ്പദമാക്കിയിട്ട് അവിടെ ഒരു ശങ്കരാചാര്യ ഇരിക്കുന്നുണ്ട്. പിന്നെ ഗണപതി എന്തോ പിയാനോ വായിക്കും, പിയാനല്ലോ അതിനെന്താ പറയാ സംഭവം വായിച്ചിരിക്കുന്നുണ്ട്. ശിവൻ, ദേവിമാര്, വീണ്ടും ശിവൻ, അയ്യപ്പൻ, സ്വാമി വിവേകാനന്ദൻ, ബുദ്ധ. ഇല്ലാത്തതൊന്നും ഇല്ല സത്യം പറഞ്ഞ. വിവേകാനന്ദൻ ചിലതൊക്കെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഗണപതി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് 10 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ട്, എണ്ണം കുറേ ഉണ്ട്. ഇപ്രാവശ്യം പമ്പക്കുലിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളും ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇത് മാത്രമല്ല, കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ കാണിച്ചതരേ. ഇത് സായിബാബ, ഇതൊക്കെ നമുക്കറിയാവുന്ന കഥാപാത്രങ്ങൾ തന്നെ. കഥാപാത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ദൈവങ്ങൾ. ഗണപതി, മഹാവിഷ്ണു, എല്ലാം നമുക്കറിയാം തന്നെ. വീണ്ടും ഗണപതി, സായിബാബ, ഗണപതിയുടെ പല രൂപങ്ങളുണ്ടെന്ന്. സ്വാമി അയ്യപ്പൻ, താഴേക്ക് ഓരോരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത്. എല്ലാം ഭംഗിയായിരുന്നു. രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ നിൽക്കുന്ന ഗണപതിയുടെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഗണപതിയൊക്കെ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആണ്. നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് ഒരു ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ കൊണ്ടുപോയിപ്പോ മോൻ ഓരോന്നും പോയി നോക്കായിരുന്നു, എന്താണെന്ന്. ഇതിൽ പിന്നെ മോട്ടുപത്ലു ഉണ്ടായിരുന്നു, ഡൊണാൾഡ് ഡക്ക് ടീംസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മെയിൻ ഏരിയയിലത്തെ ഇത് ബൊമ്മകളാണ് കാണിച്ചത്. ഇനിയിപ്പോൾ സീതാരാമൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറിയ സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഇതായിട്ട് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുത്, അത്രയേ ഉള്ളൂ. അതിനെയും ഓരോ പോർഷൻസ് ആയിട്ട് കാണിക്കാം കേട്ടോ. രാമകഥകളെ ആസ്പദമാക്കിയിട്ടുള്ളതാവണം, സീതാരാമൻ എന്ന പേര് കൊടുക്കാനായിട്ടുള്ളതല്ലേ. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു വേറെ സെഷൻ അവിടെ കണ്ടു. അതുപോലെ തന്നെ ഇതാ 18-ാം പടി കണ്ടോ, ഇവിടെ അയ്യപ്പസ്വാമിയുടെ 18-ാം പടി. ഇത് പഴഞ്ഞിമലയായിരുന്നു. കണ്ടു മോൻ എന്തോ ആകാംക്ഷയോടാണ് നോക്കുന്നത്. ഓരോന്നിനും പോയി നോക്കണം. അവൻ കുറച്ചൊക്കെ അറിയാം കഥാപാത്രങ്ങൾ, എല്ലാം അറിയില്ലെങ്കിലും നമ്മൾ ദേവന്മാരെയൊക്കെ കുറേയൊക്കെ അറിയാം. ഞാനപ്പോൾ ഓരോന്നും പോയി നോക്കാണ്. ഇതാണ് അതിൻ്റെ മെയിൻ സെൻറ്റർ പോർഷൻ്റെ ഒരു വ്യൂ. ഓരോ പടികളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് മൊത്തമായിട്ട് ഞാൻ ആ സൈഡ് എടുത്തതാണേ. അടുത്തത് നമ്മൾ സായിബാബയുടെ അമ്പലത്തേക്കാണ് പോയത്. ഇത് വരുന്നത് നമ്മുടെ ശങ്കരയ്യ റോഡില്ലേ. ഇപ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയക്കൂടെ തിരിഞ്ഞിട്ട് ആ ശങ്കരയ്യ റോഡിൽ കൂടിയല്ല, ആ വഴിക്കല്ലേ വന്ന് കയറാം, മലബാർ ഗോൾഡിൻ്റെ അടുത്തേക്ക്. ആ വഴി, ആ ബസ്സുകൾ വരുന്ന വഴി കോട്ടയം നിന്ന് ശങ്കരയ്യ റോഡ്, അല്ലെങ്കിൽ ശങ്കരയ്യ റോഡിൽ നിന്ന് ആ മലബാർ ഗോൾഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ റൈറ്റ് പിടിക്കാം. റൈറ്റ് പിടിച്ച് നടന്നാൽ സായിബാബയുടെ ക്ഷേത്രമുണ്ട്, അവിടെ നിന്ന് അടുത്താണ്. അവിടുത്തെ ബൊമ്മക്കുലാണത്. മറ്റേതിൻ്റെ അത്ര ആർഭാടമൊന്നുമില്ലെങ്കിലും ഉള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ബൊമ്മക്കുലിനായിട്ടും ഇഷ്ടമായത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ പോകുന്നത്, ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഒറ്റ സെക്ഷനാണുള്ളത്, ഉള്ളത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കണം.
എനിക്ക് അവിടുത്തെ ഇതില്ലേ പ്രതിഷ്ഠകളാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇത് സായിബാബയുടെ പ്രതിഷ്ഠയാണ്. ഇങ്ങനൊരു രൂപമാണ് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നാഗങ്ങളുടെ ഒരു പ്രതിഷ്ഠ. ഈ രണ്ടുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അടുത്ത ഞങ്ങൾ പോയത് പൂങ്കുന്നത്തേക്കാണ്, ഗ്രാമത്തിലേക്ക്. അവിടെ എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ പൂങ്കുന്നം ഗ്രാമത്തിലത്തെ ബൊമ്മക്കുലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഇല്ലേ അവിടെയായിട്ട്. അവിടെ ബ്രാഹ്മണ സഭയുടെ തന്നെ ഗ്രാമത്തേക്ക് നമ്മൾ ജസ്റ്റ് പൂങ്കുന്നത്ത് നടക്കള ദൂരമുള്ള വന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടോ പിടിച്ചു, എനിക്ക് അറിയാത്തതുകൊണ്ട്. ആ ഗ്രാമത്തിൻ്റെ തുടക്കം തന്നെ അവിടെയുള്ള ബൊമ്മക്കുലാണിത്. ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് പഴയ നടക്കാവ് അവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും നല്ല തന്നെയാണ്. ഒരുപാട് ബൊമ്മകളുണ്ട്. വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ ഭജനയും പരിപാടികളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാം പോയിട്ട്, അങ്ങനെയാണ്. പക്ഷെ വൈകുന്നേരം നല്ല തിരക്കാവുന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു വ്യൂ ആണ്. അവിടെ നിന്ന് ജസ്റ്റ് നേരെ നടന്നപ്പോൾ ഒരു ഹനുമാൻ കണ്ടു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ നടന്നപ്പോൾ ഒരു ഹനുമാന്റെ ഒരു പ്രതിമ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയ കേരളത്തിലത്തെ ഏറ്റവും വലിയ ഹനുമാന്റെ പ്രതിമ പൂങ്കുന്നത്ത് ആ ഗ്രാമത്തിലാണുള്ളതെന്ന്. എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഭയങ്കര സന്തോഷം തന്നെ, ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കാണാന്ന് പറയില്ലേ, ഗ്രാമത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അങ്ങനെ നേരെ നടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇതാണ്. അപ്പം ആദ്യം വെച്ചാൽ ഒരു ബൊമ്മക്കുലും കണ്ടില്ലെങ്കിലും എനിക്ക് ആ ഹനുമാന്റെ പ്രതിമ കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അന്ന് വലിയ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഭയങ്കരമായിട്ട് നടന്നിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. നമ്മൾ പൂങ്കുന്നം ഗ്രാമത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നേരെ കാണുന്നതാണ്. ഓക്കെ, അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വന്നപ്പോൾ വഴിയിൽ ഒരു ആനേനെ കണ്ടു. ആനേനെ കണ്ടു പിന്നെ എന്താ അറിയൂടെ, ഭയങ്കര സന്തോഷമാണ്. പിടിയാനായിരുന്നു കേട്ടോ. ജസ്റ്റ് എവിടേക്ക് ഏതോ ഒരു പരിപാടിക്ക് പോവാണ്. അപ്പം അതും കൂടെ കണ്ടിട്ട് ഞങ്ങളുടെ കറക്കം ഞങ്ങൾ അവസാനിപ്പിച്ചു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ബൊമ്മക്കുല കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ നടുവിലാലേക്ക് പിടിച്ചോ. അവിടെ നമ്മുടെ പാണ്ഡ്യ സമൂഹം മഠം അല്ലെങ്കിൽ തെക്കേ മഠം അവിടേക്ക് പിടിച്ചാൽ മതി. നടുവിലാല അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ദൂരേക്കൊന്നും പോകാൻ നിൽക്കരുത്. അവിടെ അടുത്ത് തന്നെ റിട്ടേൺ നടന്നു തന്നെ സംഭവത്തും. അത് കഴിഞ്ഞാൽ നേരെ സായിബാബയുടെ അവിടേക്ക് പൊക്കോളൂ. അവിടെയും അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു ബൊമ്മക്കുലുണ്ട്. നേരെ നമ്മുടെ ബ്രാഹ്മണന്മാരുടെ മെയിൻ കേന്ദ്രമായ പൂങ്കുന്നത്തെ ബ്രാഹ്മണ സഭയുടെ തന്നെയാണ്. രണ്ടും ബ്രാഹ്മണ സഭയുടെ തന്നെയാണ് കേട്ടോ. നടുവിലാൻ്റെ അവിടെയുള്ളതും ഇവിടെയും ബ്രാഹ്മണ സഭയുടെ തന്നെയാണ്. അപ്പോൾ അത് നേരെ അവിടേക്ക് പോവാം, എന്താ പറയുക, പൂങ്കുന്നം ഗ്രാമത്തേക്ക് പോവാം. അപ്പോൾ അവിടെയും ഒരു അടിപൊളി ബൊമ്മക്കുല് കാണാം. ആ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചിങ്ങോട്ട് നമ്മൾ പോകണ്ട, ജസ്റ്റ് അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹനുമാന്റെ പ്രതിമ കാണാം. അതും കൂടെ കണ്ടു കഴിഞ്ഞ ദിവസം അടിപൊളി. നമുക്ക് ശരിക്കും മുതലായി എന്ന് പറയാം. ഒന്നും കണ്ടില്ലെങ്കിൽ ഹനുമാന്റെ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദിവസം മുതലായി എന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ് ഹനുമാന്റെ. കാണാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അല്ലേ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.